നമസ്കാരം. ഒരു സാധാരണക്കാരൻ ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിൽ അയാൾക്കൊരു ജോലിക്ക് പോകണമെങ്കിൽ അയാൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം, ബന്ധപ്പെട്ട കോടതിയിൽ നിന്നും പെർമിഷനോ അല്ലെങ്കിൽ പാസ്പോർട്ട് എടുക്കുന്നതിന് NOCയോ വാങ്ങണം. ഇതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊന്നും ദേശീയ പത്മ പുരസ്കാരത്തിന് ബാധകമല്ലേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ ബാധകമാണ്. ഒരു വ്യക്തിയെ പത്മ പുരസ്കാരത്തിന് പത്മ അവാർഡ് കമ്മിറ്റി പരിഗണിക്കണമെങ്കിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ആ പേര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ പാർലമെന്ററി അസംബ്ലി മെമ്പർമാർ ആ പേര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസോ മറ്റ് സംഘടനകളോ ഒരു വ്യക്തിയുടെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ടാവണം. ഇത് ഒന്ന്. രണ്ടാമത്, ഇനി ഇത്തരത്തിലൊരു പേര് കിട്ടിയാൽ ഇത് വെരിഫിക്കേഷൻ പ്രോസസ്സിനായി ബന്ധപ്പെട്ട ഏജൻസിക്ക് കൊടുക്കണം. ഈ ഏജൻസിയുടെ വെരിഫിക്കേഷൻ ശേഷം അയാൾ യാതൊരു തരത്തിലും ഒരു ക്രിമിനൽ ആന്റിസെഡൻസ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ ആ വ്യക്തി സമൂഹത്തിൽ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നൊരു വെരിഫിക്കേഷൻ റിപ്പോർട്ട് അവാർഡ് കമ്മിറ്റിയുടെ മുമ്പാകെ കിട്ടണം. എന്നാൽ 2026 പത്മ പുരസ്കാര ജേതാവായ ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ സേവ് യൂണിവേഴ്സിറ്റി കമ്മിറ്റി എന്നൊരു സംഘടന ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഒരു നിവേദനം നൽകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പരാതി നൽകിയിരിക്കുകയാണ്. മേൽപ്പറഞ്ഞ വ്യക്തിക്കെതിരെ 127ഓളം ക്രിമിനൽ കേസുകൾ പെൻഡിംഗ് ഉണ്ട്. 21ഓളം കേസുകളിൽ കുറ്റപത്രം കൊടുക്കുന്ന അവസ്ഥയിലിരിക്കുകയാണ്. ഈ പരാതിയെ പറ്റി ഇവിടുത്തെ മുഖ്യധാര പത്രങ്ങളോ മാധ്യമങ്ങളോ ഒന്നും തന്നെ ചർച്ച ചെയ്യുന്നില്ല. ഈ ഒരു പരാതി കൊണ്ട് സാധാരണക്കാർക്ക് ഒരു ആശ്വാസമുണ്ട്. ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നുള്ളത് കൊണ്ട് ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ നിഷേധിക്കുന്ന ഈ രാജ്യത്ത് പത്മ പുരസ്കാരങ്ങൾ നേടണമെങ്കിലും വെരിഫിക്കേഷൻ, പോലീസ് വെരിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ ബാധകമാണ് എന്നൊരു ആശ്വാസം